ഹലോ ഫ്രണ്ട്സ്, ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂരിലുള്ള കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കനാൽ അക്വഡേറ്റ് നമുക്ക് പരിചയപ്പെടാം. ചെങ്ങന്നൂർ ടൗണിൽ നിന്ന് 5 കിലോമീറ്റർ തെക്കായി ആല ഗ്രാമപഞ്ചായത്തിലെ പൈതൃക ഗ്രാമമായ പെണ്ണൂക്കരയിലാണ്. നെടുവരങ്കോട് റോഡ് ഈ അക്വഡേറ്റിന്റെ സൈഡിൽ കൂടി കടന്നുപോകുന്നു. പൂമലച്ചാൽ തടാകത്തിനും ചെറുകുളങ്ങൾക്കും കുന്നുകൾക്കും ഒപ്പം ഈ കനാൽ അക്വഡേറ്റിനും പേര് കേട്ടതാണ് പെണ്ണൂക്കര ഗ്രാമം. പമ്പ ഇറിഗേഷൻ കനാലിന്റെ ഭാഗമായ ഈ അക്വഡേറ്റിന് ഏകദേശം 1.5 കിലോമീറ്റർ നീളമുണ്ട്. ഈ കനാലിൽ ചെറിയ ചെറിയ ഷട്ടറുകൾ നമുക്ക് കാണാൻ സാധിക്കും. കാർഷിക ആവശ്യത്തിനായി വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയാവാം ഇത് എന്ന് തോന്നുന്നു. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്നവർ കമന്റ് ചെയ്യണേ. ഈ കനാലിൽ അക്വഡേറ്റ് തുടങ്ങുന്ന ഭാഗത്തായി ഒരു പ്രധാന ഷട്ടർ കാണാൻ സാധിക്കും. ഞങ്ങൾ ചെന്ന സമയത്ത് ഈ ഷട്ടർ പകുതി ഉയർത്തിയ നിലയിലായിരുന്നു. കനാലിൽ അക്വഡേറ്റ് തുടങ്ങുന്ന ഭാഗത്തായി താഴേക്ക് നോക്കിയാൽ നമ്മൾ വന്ന റോഡും ഒപ്പം തന്നെ അക്വഡേറ്റും കാണാൻ സാധിക്കും. നീണ്ടു നിവർന്ന് കിടക്കുന്ന അക്വഡേറ്റും ഒപ്പം റോഡും വളരെ നല്ലൊരു കാഴ്ചയാണ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഈ അക്വഡേറ്റിൽ വെള്ളം പോകുന്നതിനോടൊപ്പം തന്നെ ഒരു ബൈക്ക് പോകത്തക്ക രീതിയിൽ വീതിയുള്ള ഒരു വഴിയും കൂടിയുണ്ട്. അതാണ് ഈ അക്വഡേറ്റിന്റെ പ്രത്യേകത. മറ്റു ചില അക്വഡേറ്റുകളിൽ നിന്ന് വളരെ സേഫായിട്ടാണ് എനിക്ക് ഈ അക്വഡേറ്റ് തോന്നിയത്. കാരണം ഇത്രയും ഉയരത്തിലുള്ള ഈ അക്വഡേറ്റ് സ്ത്രീകൾക്കും കുട്ടികൾക്കും വരെ അടുത്തു നിന്ന് കാണുന്നതിനും താഴെയുള്ള പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിനും സാധിക്കുന്നു. ഈ ഭാഗം മാമ്പ്രാപ്പാടം എന്നറിയപ്പെടുന്ന ഒരു കാർഷിക നെൽവയലാണ്. നല്ല വൈബുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഫോട്ടോഷൂട്ടിനായും അപ്പർ കുട്ടനാടിന്റെ ഭംഗി ആസ്വദിക്കുന്നതിനും ഒപ്പം സൂര്യാസ്തമയം കാണുന്നതിനുമായി വൈകുന്നേരങ്ങളിൽ എത്താറുണ്ട്. പെണ്ണൂക്കരക്കാരുടെ ഒരു സ്വകാര്യ അഭിമാനമായിട്ടാണ് ഈ അക്വഡേറ്റ് നിലകൊള്ളുന്നത്. കണ്ണിനും മനസ്സിനും സുഖം തരുന്ന ഈ കാഴ്ചകൾ നിങ്ങൾക്കും ഇവിടെ വന്ന് അപകടം കൂടാതെ നിരീക്ഷിക്കാവുന്നതാണ്. ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികൾ തീർത്ത് കുറച്ചുകൂടി ഭംഗിയായി സൂക്ഷിക്കാമെന്ന് എനിക്ക് തോന്നി. പിന്നെ നമ്മുടെ നാട്ടിൽ ഇതൊക്കെയല്ലേ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാഴ്ചകൾ തേടിയുള്ള യാത്ര തുടരുകയാണ്. ഞങ്ങൾക്കൊപ്പം നിങ്ങളും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ.